നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. ചെണ്ടുമല്ലി കൃഷിയുടെ പുതിയ വിശേഷങ്ങളുമായിട്ട് വന്നതാണ് കേട്ടോ. ഞാൻ ചെണ്ടുമല്ലി കൃഷിയുമായി ബന്ധപ്പെട്ട വീഡിയോ കുറേ അവയർനെസ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നല്ല കമൻറ്റുകൾ വന്നിട്ടുണ്ട്, മോശം കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അതായത് നല്ല കമൻറ്റുകളായാലും മോശം കമൻറ്റുകളായാലും കമൻറ്റ് ചെയ്ത ആളുകൾക്ക് ആദ്യമേ നന്ദി പറയും. ഞാൻ ഇക്കൊല്ലം ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ടില്ല. ഇപ്പോൾ ഗ്രോ ബാഗിലൊരു 4 ചെടി മാത്രമേ വെച്ചിട്ടുള്ളൂ. കഴിഞ്ഞ കൊല്ലം, അതിൻ്റെ മുന്നത്തെ കൊല്ലം, അതൊരു 3 കൊല്ലം ബാക്കിലേക്ക് ഞങ്ങൾ തുടർച്ചയായിട്ട് നല്ല രീതിയിൽ വിളയിപ്പിച്ചെടുത്തതാണ് ചെണ്ടുമല്ലി. അത് ഓറഞ്ചും മഞ്ഞയും. ഇപ്പോൾ ഇവിടെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഓറഞ്ച്. എൻ്റെ ഈ വീഡിയോ, എൻ്റെ രീതി ഇഷ്ടപ്പെട്ട് എന്നെ ഫോളോ ചെയ്ത ഏകദേശം 650ഓളം ആളുകളുണ്ട്. ഇവർ പല ആളുകളും, അതായത് തുടക്കം മുതൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ചെയ്തു പോയ ആളുകളുണ്ട്, പകുതിയിൽ വെച്ചിട്ട് ചെയ്തു പോയ ആളുകളുണ്ട്, അവസാനം വെച്ചിട്ട് വിളിച്ചിട്ട് എൻ്റെ രീതി ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. അവർ തുടക്കം മുതൽ ഫോളോ ചെയ്യുന്ന ആളുകളോട് ഞാൻ പറഞ്ഞിരുന്നത് 2 തവണ പ്രൂൺ ചെയ്യാമെന്നാണ്. ജൂലൈ 1 നട്ട് എന്നുള്ള ക്രമത്തിലാണ് നമ്മൾ പോയത്. ഈ ജൂലൈ 1 തൊട്ടിട്ട് ജൂലൈ 20 വരെ നമുക്ക് നടാനുള്ള സമയമുണ്ട്. പിന്നെ ഓരോ തൈ നടുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് തൈ കിട്ടിയതിൻ്റെ തൈയിൻ്റെ മൂപ്പ് അല്ലെങ്കിൽ തൈയിൻ്റെ പ്രായം ഒരു ഘടകമാണ്. അപ്പോൾ ഇക്കൊല്ലം ഇത് വിളയിച്ചെടുത്ത ആളുകൾ ഓരോ പോയിന്റും നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത കൊല്ലം ഈ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഒരു കൃത്യമായൊരു വീഡിയോ ഒന്നുകൂടി പറഞ്ഞു തരും. ആ സമയത്ത് നിങ്ങളുടെ അറിവ് കൂടി അത് മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ സ്വന്തമായ രീതിയിലേക്ക് മാറാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ജൂലൈ 1 നട്ട ആളുകൾക്ക് 2 തവണ മുറിക്കാമെന്ന് പറഞ്ഞു. ജൂലൈ 20 ശേഷം നട്ട ആളുകൾ, ജൂലൈ 20 ശേഷം 20-25 സമയത്തേക്കൊക്കെ നട്ട ആളുകൾക്ക് 1 തവണ മുറിക്കാമെന്ന് പറഞ്ഞു. ഓഗസ്റ്റിൽ നട്ട ആളുകളുണ്ട്. ഓഗസ്റ്റിൽ നട്ട ആളുകൾക്ക് മുറിക്കാൻ പറ്റില്ല. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ നട്ട ആളുകളും ഉണ്ടായിട്ടുണ്ട്. അവർക്ക് മുറിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഫോൺ നമ്പർ ഞാൻ വ്യക്തമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി ഞാൻ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അതിൽ നെഗറ്റീവ് കമൻറ്റ് ചെയ്ത ആളുകളും ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്ത ആളുകളോടൊക്കെ നമ്മളെ സന്തോഷമുള്ളൂ. കാരണം ഇത്രയധികം ആളുകൾ എന്നെ ഫോളോ ചെയ്യുന്നു, എൻ്റെ രീതി ഫോളോ ചെയ്യുന്നു, എനിക്ക് സന്തോഷം. എൻ്റെ രീതി ശരിയാവണമെന്നില്ല, അത് എൻ്റെ അനുഭവമാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ജൂലൈ 1 വീക്കിൽ നട്ട ആളുകൾ അവരുടെ വളപ്രയോഗ രീതി ആയിരിക്കുകയില്ല ജൂലൈ 20 നട്ട ആളുകൾക്ക്. ജൂലൈ 20 നട്ട ആളുകളുടെ വളപ്രയോഗ രീതി ആയിരിക്കില്ല ഓഗസ്റ്റ് നട്ട ആളുകൾ. ഇത് ആദ്യം മനസ്സിലാക്കണമെങ്കിൽ കൃഷിയെക്കുറിച്ചൊരു ചെറിയ കാര്യം നമ്മൾ മനസ്സിലാക്കണം. NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, ഈ 3 വളങ്ങൾ ചെടിയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, N എന്തിനാണ്, P എന്തിനാണ്, K എന്തിനാണ്, ഈ 3 വളങ്ങൾ എന്തിനാണെന്നും വളം വിൽക്കുന്ന കടക്കാർ പറയുന്ന NPK കൊണ്ടിട്ട് നിങ്ങൾക്ക് ചെടിയിൽ ധാരാളം പൂവുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നതിന് കൊണ്ട് ഈ വളങ്ങളുടെ പ്രയോഗ രീതികൾ ആദ്യം മനസ്സിലാക്കണം. അത് നമുക്ക് വിശദമായിട്ട് പിന്നെ പഠിക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോ സമയത്തും നടുന്ന രീതി, നട്ടാൽ ചെയ്യുന്ന വളപ്രയോഗ രീതി വ്യത്യസ്തമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതുപോലെ ഇപ്പോൾ ജൂലൈ നട്ട ആളുകൾ കൃത്യമായി മുറിച്ചിട്ടുള്ള ആളുകളുടെ ഇനി ആളുകൾക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ഞാൻ പറയാം. ജൂലൈ 1 അല്ലെങ്കിൽ ജൂലൈ 10 നട്ട ആളുകൾ ജൂലൈ 20-25 ഉള്ളിൽ ഫസ്റ്റ് തല മുറിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, തല മുറിച്ചു കഴിഞ്ഞാൽ മുറിക്കുന്നതിൻ്റെ തലേ ദിവസമോ പിറ്റേ ഒരു 3-4 ദിവസത്തേക്ക് വളമൊന്നും കൊടുക്കരുത്. അതിനുശേഷം തുടർച്ചയായിട്ട് ചെടി ധാരാളം ഇല പൊട്ടി വളരാൻ വേണ്ടി നൈട്രജൻ വളങ്ങൾ, നൈട്രജൻ വളങ്ങൾ, യൂറിയ പോലത്തെയോ ഫാക്ടംബോസ് പോലത്തെയോ അല്ലെങ്കിൽ DAP ഫാക്ടംബോസിൽ 3 സാധനങ്ങൾ മിക്സ് ഉണ്ട്, അല്ലെങ്കിൽ കടലപ്പിണ്ണാക്ക് കുളിപ്പിച്ച് തുടർച്ചയായി ഒഴിക്കണം എന്നുണ്ട്. ഇങ്ങനെ തുടർച്ചയായി ഒഴിക്കണമെന്ന് ഞാൻ പറയാനുള്ളൊരു കാരണം, കേരളത്തിലെ ഇക്കൊല്ലത്തെ കാലാവസ്ഥ കണ്ടിന്യൂസ് മഴയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു ദിവസം വളം കൊടുത്തു കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസത്തേക്ക് ഇത് മണ്ണിൽ അലിഞ്ഞ് ചെടിക്ക് വേരിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ ഒലിച്ചു പോകും. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞത്. അങ്ങനെ 4 ദിവസം കൊടുത്താൽ 1 ദിവസത്തെ വളമേ ചെടി ചിലപ്പോൾ എടുക്കുള്ളൂ. ഇത് പല ആളുകളും പ്രാവർത്തികമാക്കിയില്ല. കാരണം മഴയാണ്, പുറത്തിറങ്ങാൻ വയ്യ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വീട്ടിലെ മറ്റു ചുറ്റുപാടുകളെ കൊണ്ട് വളം, ഞങ്ങൾ പറഞ്ഞു കൊടുത്ത വളം ഇടാനുള്ള രീതി പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വൈകിപ്പോയി, ഇനി എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള ആളുകളോടൊന്നും പറയുന്നത് കൃത്യമായ വളപ്രയോഗം, എന്ത് പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും നിങ്ങളൊരു ഇതിലേക്ക് ഇറങ്ങി. അപ്പോൾ കൃത്യമായ വളപ്രയോഗം. മഴയാണെങ്കിൽ മഴ കുറവുള്ള സമയത്ത് ലീഫ് ഫോളിയർ സ്പ്രേ, ഇല വഴിയുള്ള ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുന്ന രീതി നിങ്ങൾ കൊടുത്തിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞു നിങ്ങൾ കടക്കിൽ വളർത്തി കഴിഞ്ഞാൽ നല്ല കനത്ത മഴയിൽ പോകും. അപ്പോൾ വീണ്ടും ഒരു 4 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഏത് വളമാണോ ചെടിക്ക് വേണ്ടത് അത് കൃത്യമായി ഇല വഴി കൊടുക്കുക.
ഇങ്ങനെയുള്ള രീതി പ്രയോഗിച്ച ധാരാളം ആളുകളുണ്ട്. വളരെ സന്തോഷം തോന്നുന്നു. അവർ കൃത്യമായ പരിചരണത്തിലൂടെ എനിക്ക് അവരുടെ ഫോട്ടോ വീഡിയോ ഒക്കെ, ഞാൻ വീഡിയോ ഒന്നും ഞാൻ അതിലേക്ക് ഇടുന്നില്ല. കാരണം എന്താ അറിയോ, ചില വീഡിയോ ഞാൻ മറ്റുള്ളവരെ അയച്ചു തന്ന വീഡിയോ എൻ്റെ യൂട്യൂബിൽ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് പ്രശ്നം കാണിക്കും. കാരണം അവരറിയാതെ ചിലപ്പോൾ യൂട്യൂബിലിട്ടിട്ട വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും ഇതിൽ ഇടുന്നില്ല കേട്ടോ. അപ്പോൾ വളരെ സന്തോഷമായിട്ട് ധാരാളം ആളുകൾ ഇന്ന് രാവിലെ മുതലുള്ള കോളുകൾ പൂവ് പൊട്ടിക്കുന്നതിനെ കുറിച്ചാണ്. ഈ പൂവ് പൊട്ടിച്ച് ഞാൻ പറഞ്ഞു, മൂത്ത പൂവുകൾ നിങ്ങൾക്ക് മെല്ലെ മെല്ലെ പൊട്ടിക്കാം, എത്ര ദിവസം കഴിഞ്ഞാൽ പൂ വിരിയും. ഇനി ഇപ്പോഴും ഞാൻ പറയുന്നത്, ഇന്ന് മുതലും നിങ്ങൾ പൂവ് പൊട്ടിക്കൽ കൂടുതൽ പൊട്ടിച്ച് ഓരോ ദിവസവും പൊട്ടിക്കേണ്ടി വരും. ആ സമയത്ത് പൊട്ടാഷ് കൂടിയ ഏതെങ്കിലും ഒരു വളം ലൈറ്റായിട്ട് ഒന്ന് സ്പ്രേ ചെയ്യാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ കടക്കിലിട്ട് കൊടുത്തോളൂ. പക്ഷേ ഈ 10 ദിവസം കൊണ്ട് ചെടി ഇത് വലിച്ചെടുക്കണമെന്നല്ല, പക്ഷേ ഇല വഴി കൊടുക്കുന്ന ഈ പൊട്ടാഷ് മിശ്രിതം ചെടിക്ക് ഒന്നുകൂടി പൂവിനൊരു മുഴുപ്പുണ്ടാവാനും വലുതാവാനും സഹായിക്കും. അപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നമ്മളെ ഫോളോവേഴ്സ് കുറേ ഉണ്ട്. ഇവരെല്ലാവരും നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് തന്നു. പിന്നെ ഇന്നലെ വിളിച്ചിട്ട് ഒരു ടീം വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ എന്താ വെച്ചാൽ, ബാക്കി എല്ലാ കുടുംബശ്രീ യൂണിറ്റുകളിലും നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്ത ആളുകൾക്കൊക്കെ മൊട്ട് വലിപ്പം കുറവാണ്, മൊട്ട് വിരിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഓഗസ്റ്റ് 20 തൊട്ടിട്ട് ഈ കംപ്ലൈൻറ്റ് പറഞ്ഞ ആളുകൾക്കൊക്കെ വളപ്രയോഗത്തിൻ്റെ രീതികൾ മാറ്റിക്കൊടുത്തിട്ട് നല്ല രീതിയിൽ അവർക്ക് പൂ വിരിഞ്ഞു. കുറച്ച് അധികം വിരിഞ്ഞിട്ടുണ്ടാവും. പൊട്ടാഷ്യം കൂടുതൽ അപ്ലൈ ചെയ്ത ആളുകൾക്ക് കുറച്ച് വേഗത്തിൽ വിരിഞ്ഞിട്ടുണ്ടാവാം. എന്നാലും ഈ പൂക്കൾ ഇങ്ങനെ ധാരാളം വിരിഞ്ഞ് കാണുമ്പോൾ എനിക്ക് തന്നെ വളരെ സന്തോഷം. ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം വിളിച്ച കാര്യമാണ്, അവർ പറയുന്നത് ഇതുവരെ അവർക്ക് പൂ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു കാരണം പിന്നെ എന്നെ കോൾ ചെയ്തപ്പോഴാണ് പറഞ്ഞത്, പച്ച ചാണകം മാത്രമാണ് അവർ ധാരാളമായി കലക്കി ഒഴിച്ചുകൊണ്ടിരുന്നത്. നൈട്രജൻ സമ്പുഷ്ടമായ വളങ്ങൾ കൂടുതൽ കൊടുത്താൽ ചെടി തഴച്ചു വളരും, പൂവിടാൻ താമസിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇന്ന് നാളെ അത്തത്തിന് മരുന്ന് പ്രയോഗിച്ചു, വളം പ്രയോഗിച്ചു എന്ന് കരുതിയിട്ട് നമുക്ക് ഓണത്തിലേക്ക് പൂവ് 10 ദിവസം കൊണ്ട് ഇത് വിരിഞ്ഞ് കിട്ടണ്ടേ, മൊട്ട് വന്ന് വിരിയണ്ടേ? എന്തായാലും സമയം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് വിളിക്കേണ്ടിയിരുന്നത് ഒരു 1.5 ആഴ്ച മുന്നേ ആണെങ്കിൽ നമ്മൾ ഈ നൈട്രജൻ വളങ്ങളുടെ തോത് കുറച്ചതിൻ്റെ ശേഷം, മണ്ണിലുള്ള നൈട്രജൻ വളങ്ങളെ അതിൻ്റെ മുന്നേണെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. പക്ഷേ നമുക്ക് നൈട്രജൻ വളങ്ങൾ തോത് കുറച്ചതിന് ശേഷം പൊട്ടാസ്യം നൈട്രേറ്റോ 13, 27, 27 ഏതെങ്കിലും സ്പ്രേ ഡെയിലി കൂട്ടി കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത്. ഈ ഡെയിലി അടിക്കുന്നതിന് മറ്റുള്ള പല ആളുകൾക്ക് എതിർപ്പുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, മഴ സമയത്ത് നിങ്ങൾ ഇന്ന് ലൈറ്റായിട്ട് അടിച്ചോളൂ, നാളെ ലൈറ്റായിട്ട് അടിച്ചോളൂ, വളരെ കുറഞ്ഞ തോതിൽ അടിക്കുകയാണ് ചെയ്യുക. വളരെ കുറഞ്ഞ തോതിൽ അടിക്കുന്നുള്ളൂ, അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും വരില്ല. അപ്പോൾ വളപ്രയോഗ രീതികൾ കൃത്യം. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ പറയാത്ത ഒരു കാര്യം, ഒന്ന് ഈ വാട്ടരോഗത്തിൻ്റെ ഇതാണ് വരും. ഈ വാട്ടരോഗത്തിന് പിന്നെ ആൻറ്റിബയോട്ടിക് വളങ്ങൾ, അത് വളരെ ഗുരുതരമായ രീതിയിൽ പറഞ്ഞ ആളുകൾക്ക് മാത്രമേ നമ്മൾ കൃഷി ഓഫീസർമാരോടും മറ്റവരോടൊക്കെ ചോദിച്ചിട്ട് ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുക. അങ്ങനെ വളരെ കുറച്ച് ആളുകൾക്ക് അത് പറഞ്ഞു കൊടുത്തുള്ളൂ. പിന്നെ ഒന്ന് തീരെ പറഞ്ഞു കൊടുക്കാത്തതാണ് ഫ്ലവർ ഉണ്ടാവാനുള്ള ഹോർമോൺ ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. പൂടാത്ത ചെടിക്ക് പൂടിപ്പിക്കാനുള്ളത്. അത് ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല. കാരണം എന്താ അറിയോ, നോർമൽ രീതിയിൽ വളപ്രയോഗത്തിലൂടെ കൃത്യം ഒരു തവണ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് അടുത്ത കൊല്ലം നമ്മളുടെ ഒന്നും സഹായം വേണ്ട, സുന്ദരമായിട്ട് അവർക്ക് ധാരാളം പൂക്കൾ വിളയിച്ചെടുക്കാൻ സാധിക്കും. തീരെ എല്ലാ രീതിയും പ്രയോഗിച്ചിട്ടും മുട്ട ഉണ്ടാവാത്ത ആളുകൾക്ക് മാത്രമാണ് ഹോർമോൺ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തില്ല. 1 2 ആളുകൾക്ക് മാത്രമാണ് കേട്ടോ. അപ്പോൾ ധാരാളം ആളുകൾ ഈ രീതി പിന്തുടർന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നട്ടിട്ട് ജൂലൈ 1 നടുക എന്നല്ല, അടുത്ത ഓണത്തിൻ്റെ കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ അത്തം മുതൽ പിന്നിലേക്ക് ഒരു 65 ദിവസം കണക്കാക്കുകയും അതിൽ നിന്നും 15 ദിവസം 20 ദിവസം ഡീവിയേറ്റ് ചെയ്തിട്ട് നമുക്ക് നടാനുള്ള ഒരു സമയം ലഭിക്കും. ഇക്കൊല്ലം ചില ആളുകൾക്ക് ഈ ഓറഞ്ച് പൂവ് ലേറ്റായിട്ടും മഞ്ഞ കുറച്ച് നേരത്തെയും വിരിഞ്ഞു. അതിൻ്റെ ഒരു കാരണം, നിങ്ങൾക്ക് കിട്ടിയ വിത്തിൻ്റെ അല്ലെങ്കിൽ തയ്യ് ഓറഞ്ച് മൂപ്പ് കുറവും മഞ്ഞ മൂപ്പ് കൂടുതലുള്ള തയ്യായിരിക്കാം. ഒരേ മൂപ്പുള്ള തയ്യാണെങ്കിൽ മാത്രമേ ഏകദേശം ഒരേ സമയം. പിന്നെ പൊതുവെ ഈ ഓറഞ്ചിന് ഒരു ഇതുണ്ട്, കുറച്ച് സ്ലോ ആയിട്ടാണ് പൂവ് വരുന്നത്. അപ്പോൾ പൂ ഇടിപ്പിക്കാനൊക്കെ ധാരാളം മാർഗങ്ങളുണ്ട് കേട്ടോ. ഒക്കെ ഇക്കൊല്ലം നമ്മളെ പിന്തുണച്ച, എൻ്റെ രീതി ഫോളോ ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഇനി പൂവ് പൊട്ടിക്കുക. പൂവ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുഴുവനായിട്ടും അപ്പോൾ ഏകദേശം ഇത് മുഴുവനായിട്ട് വിരിഞ്ഞിട്ടില്ല. ഈ വിരിയുന്ന മുഴുവനായിട്ടും വിരിയാത്ത ഈ കണ്ടീഷനിൽ തന്നെ മൊട്ട് പൊട്ടിച്ച് ഇനി കൊടുക്കുക. പിന്നെ മൊട്ട് മുറിച്ചെടുക്കുമ്പോൾ ഈ തണ്ട് എത്രയാണോ ഇതിൻ്റെ തണ്ടുള്ളത്, ആ തണ്ട് കുറച്ചധികം നീളത്തിൽ പൊട്ടിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ മൊട്ട് കൂടുതൽ അല്ലെങ്കിൽ പൂവ് കൂടുതൽ നേരം വാടാതിരിക്കും. പിന്നെ നനവുള്ള സമയത്താണ് പൊട്ടിക്കണമെങ്കിൽ പൊട്ടിച്ചിട്ട് പൂവ് കമത്തി വെക്കുക, ഞെട്ട് ഭാഗം മുകളിലേക്ക് ആക്കി വെക്കുക.
പിന്നെ പുഴുവിനൊന്നും മരുന്ന് എനിക്ക് കൂടുതൽ അടിക്കണ്ട. അതൊക്കെ പുഴു അത്ര നമുക്ക് ഉപദ്രവമല്ലേ, പൊട്ടിച്ച് പൂവ് ഭക്ഷണത്തിന് ഉപയോഗിക്കില്ലല്ലോ. ഇങ്ങനെ ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ്. ഇനി ഓണത്തിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞാൽ ഒരു വീഡിയോ ഞാൻ ചെയ്തു തരും. ഓണത്തിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, തിരുവോണം കഴിഞ്ഞ് ഒരു ദിവസമൊക്കെ 1-2 ദിവസം നിങ്ങൾക്കും ചെടിക്ക് ഒരു റെസ്റ്റ് കൊടുത്തതിന് ശേഷം എല്ലാ മൊട്ടും മുറിച്ച് കളയുക. എല്ലാ മൊട്ടും എല്ലാ തലപ്പുകളും മുറിച്ച് കളയുക. പൂവും മുട്ടും തലപ്പുകളെല്ലാം മുറിച്ച് കളഞ്ഞതിന് ശേഷം ആവശ്യമില്ലാത്ത കേടുള്ള ഇലകളൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് ചെടിയുടെ ചുവടൊന്ന് നന്നായി വൃത്തിയാക്കി ചാണകപ്പൊടി, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി ജൈവ രീതിയിലാണെങ്കിൽ അത് ഒരു ലേശം ഓരോ ചിരട്ട അളവിലെടുത്തിട്ട് ചെടിയുടെ കടക്കിലിട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ലൈറ്റായിട്ട് അതെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് ഒരു 2 ദിവസം ഒന്നും ചെയ്യാതെ നിന്നതിന് ശേഷം ലൈറ്റായിട്ട് നനച്ചിട്ട് ഒരു യൂറിയ സ്പ്രേ അല്ലെങ്കിൽ യൂറിയ അല്ലെങ്കിൽ ഫാക്ടം പോസ്റ്റ് ലൈറ്റായിട്ടൊന്ന് കൊടുക്കുക. ചാണകപ്പൊടി വേണമെങ്കിൽ അഡീഷണൽ ചേർക്കുക, മണ്ണ് കൊടുക്കുക. ഇങ്ങനെ ആയാൽ ഈ ചെടിയുടെ കാലാവധി കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മഹാനവമി സമയം വരേക്ക് ചിലപ്പോൾ ഈ ചെടി ഒന്നുകൂടി എല്ലാ തലയും മുറിക്കണം എന്ന്. ആ മുറിച്ച ഉടനെ തന്നെ അവിടെ നിന്നൊക്കെ ഗ്രോത്ത് വരും. ഗ്രോത്ത് വന്നിട്ട് നിങ്ങൾ ഈ വളവും കൊടുത്ത് മണ്ണും കൂട്ടി കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതിലേക്ക് പൊടിപ്പ് വരും. പൊടിപ്പ് വന്ന ആദ്യത്തെ 3, 4, 5 ദിവസം ഒരാഴ്ച വരെ നൈട്രജൻ വളങ്ങൾ, കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ചതോ പിന്നെ 30-10 പോലത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അങ്ങനത്തെ വളങ്ങൾ, പിന്നെ NPK നൈട്രജൻ കൂടിയത് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ ഉടനെ ലൈറ്റായിട്ട് പൊട്ടാഷ്യം കൂട്ടി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് പുതിയ മുട്ട് വരാൻ തുടങ്ങും. മഹാനവമിയിലേക്ക് എടുക്കാം. ഇനി ഡൗട്ടുള്ള ആളുകൾ അത് വിളിച്ചോളൂ. ഇങ്ങനത്തെ ചെടീനെ ഒന്നുകൂടി നമുക്കൊരു വിളവെടുപ്പിലേക്ക് കാലത്തിലേക്ക് കൂടി കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ എക്സ്ട്രാ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ആയിരിക്കും. പിന്നെ വില കുറച്ച് വിൽക്കരുത്. നിങ്ങളാണ് കർഷകനാണ് വില തീരുമാനിക്കുന്നത്. നിങ്ങളൊരു കവറിൽ 100 രൂപ 150 രൂപ കൊടുക്കുകയാണെങ്കിൽ വാങ്ങാൻ ആളുകളുണ്ട്. നിങ്ങൾ കുറച്ച് പൂ കൊടുത്തിട്ട് ഒരു 50 രൂപയ്ക്കൊന്നും കൊടുക്കണ്ട. നല്ല രീതിയിൽ നല്ല വിലയ്ക്ക് ഇത് കൊടുക്കാൻ നോക്കുക. ഹോൾസെയിൽ ടീമുകൾക്ക് കൊടുത്ത് നിങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് 30-40 രൂപയ്ക്ക് കൊടുക്കുന്നതിൽ നല്ല നിങ്ങൾ തന്നെ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലേക്ക് പോവുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല വിലയും കിട്ടും. ഏതായാലും നിങ്ങളുടെ വീഡിയോ ഫോട്ടോ അയച്ച് തന്നിട്ട് എനിക്ക് വളരെ സന്തോഷം. ഇനിയും നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ എന്നെക്കൊണ്ട് ആവുന്ന സംശയങ്ങളും തീർത്തുതരാം. ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. ഈ 600 ചില ആളുകളും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഈ 600 ചില്ലാം ഗ്രൂപ്പുകളാണ്, 600 ചില്ലാം ഗ്രൂപ്പുകളാണ്, വ്യക്തികളല്ല. ഈ 600 ചില്ലാം ഗ്രൂപ്പുകളിലും അത്രയും മെമ്പേഴ്സ് ഉണ്ടാവല്ലോ. അവരൊക്കെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇതുവരെയുള്ള ഈ ചെണ്ടുമല്ലിയുടെ അനുഭവങ്ങൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും അതിൽ പോസ്റ്റ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മളുടെ ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക്, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മളെ ചാനലിൻ്റെ ഡീറ്റെയിൽ ഒന്ന് ഷെയർ ചെയ്തിട്ട് അവരോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഓക്കെ, താങ്ക് യു.